വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് നമ്മളെ മറുപടി എന്താണ്? അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെടുകയും അതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്തതിന് വേണ്ടിയിട്ടാണ്, നിന്റെ ഈ വിശ്വാസത്തിനെതിരെയാണ്. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത്. പറയുന്നത് എന്താണ്? അവൻ എന്ത് ചെയ്ത്? ഇബാദത്തിൽ പങ്കുകാരെ വെച്ചു. അവൻ ദുആ ചെയ്തു. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ. ഹദീസ് നുഅ്മാൻ ഇബ്നു ബശീർ ഇൻദൽ ഇമാം അബൂ ദാവൂദ്. അതിൽ ഇമാം അബീ ദാവൂദ്. അപ്പം ഇയാൾക്ക് എന്ത് സംഭവിക്കുകയാണ്? ഉലൂഹിയത്തിൽ പിഴവരാണ്, അതായത് ഇയാൾ ഇസ്ലാമിൽ പിഴവരാണ്. മഫ്ഹൂം. ഇനി അയാൾ പറയാണ് ഞാൻ അങ്ങനെയൊക്കെയല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ആവശ്യമില്ല, ഇങ്ങനെ വിശ്വസിച്ചാൽ മതി, ഞാൻ ഇപ്പം കുറച്ച് ദുആ ചെയ്ത് ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മളെ മറുപടി എന്താണ്? അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെടുകയും അതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്തതിന് വേണ്ടിയിട്ടാണ്, നിന്റെ ഈ വിശ്വാസത്തിനെതിരെയാണ്. നീ ഇപ്പൊ ഈ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരെയാണ് റസൂൽ അന്ന് യുദ്ധം ചെയ്തിരുന്നത്. അള്ളാഹാണ് സൃഷ്ടിക്കുന്നതൊക്കെ അവർക്കും അറിയായിരുന്നു. പക്ഷെ അവര് നിന്നെ പോലെ തന്നെ എന്താണ്, മറ്റ് ഇബാദത്തുകൾ, മറ്റ് അവരുടെ ആലിഹത്തുകൾ, ലാത്തിനെ ഉസ്സനെയൊക്കെ അവരെന്താണ് വിളിച്ചാരാധിച്ചിരുന്നത്. അവർക്ക് അറിയായിരുന്നു എന്ത്, ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളാണ്. അവർക്ക് അറിയായിരുന്നു ലാത്ത് എന്ന് പറയുന്നത് ഒരാളാണെന്ന് പറയപ്പെടുന്നുണ്ട് തഫ്സീറിൽ, വിശദീകരണത്തിൽ. ഒരു മനുഷ്യനായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സേവനം എന്നുള്ള രീതിയിൽ ലാത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു തരം കുടിക്കുന്ന എന്തോ ഒരു സാധനം, സൂപ്പ് പോലെ. അത് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. ഒരു നല്ല സൽപ്രവൃത്തിയല്ല, എല്ലാവർക്കും ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ അയാൾ ഒരു ഖിദ്മത്തായിരുന്നു, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു ഇവർക്ക് കുടിക്കാൻ വേണ്ടി. അങ്ങനെ അയാൾ ഇങ്ങനെ ചെയ്തു വന്ന് അയാൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയപ്പോൾ ഇവരെന്താക്കി, അയാളെ സ്വാലിഹായ മനുഷ്യനല്ലേ വെച്ചിട്ട് അയാളെ ഫുള്ള് പൊന്തിച്ച് അവരെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. ഞങ്ങളെ ഇപ്പം പറയാനുള്ള ഷാഹിദ് എന്താണ്? അയാൾ മനുഷ്യനായിരുന്നെന്ന് ഇവർക്ക് അറിയായിരുന്നു. അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് ഇവർക്ക് അറിയായിരുന്നു. അള്ളാഹാണ് അവനെ സൃഷ്ടിച്ചതെന്ന് ഇവർക്ക് അറിയായിരുന്നു. ഇവരിപ്പോ ചെയ്യുന്ന പോലെ തന്നെ അള്ളാഹു ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് അവരെന്താണ് ദുആ ചെയ്തു. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന എന്താണോ, നിങ്ങൾ ഈ വിശ്വസിക്കുന്ന എന്താണോ, അതിനെതിരായിരുന്നു എന്ത് റസൂലിനെ സഹാബാക്കൾ എന്തായിരുന്നു അന്ന് യുദ്ധം ചെയ്തിരുന്നത്. അപ്പൊ അയാൾ എന്തല്ല, ഇസ്ലാമൊന്നും പുറത്താണ്. അൽഹംദുലില്ലാഹ്. പിന്നെ തൗഹീദുൽ അസ്മാ സിഫാത്തിൽ വരുന്ന ശിർക്കുകളിൽ പെട്ട ഒരു ശിർക്കാണ്. ഇപ്പം ഒരാള് തന്റെ വീട്ടിലിരുന്നിട്ട് ദുആ ചെയ്യാണ്, മൊയ്തീൻ ഷേഖെ ഒന്ന് പുറത്തു തരണം, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖെ ഈ കാര്യം ഒന്ന് എളുപ്പാക്കി തരാം. കുറെ ഐറ്റകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെവിടെയെന്ന് കാണാൻ പോലും മനസ്സംഗത്ത് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. ഇത് ഇയാൾ ചെയ്യുന്ന സമയത്ത് ഇയാളെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാൾ ഇത് ചെയ്യുള്ളൂ. ഇയാൾ എന്താണ് ഇത് പറയുന്ന സമയത്ത് അയാൾ വിശ്വസിക്കുന്നത്? ഞാനിപ്പോ ഇവിടുന്ന് ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ മൊയ്തീൻ ഷേഖിന് ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾ ഇത് കേൾക്കും. ഞാൻ ഇവിടുന്ന് നല്ല ദുനിയാവിന്ന് എവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും അയാൾ ഇത് കേൾക്കും. അയാൾ എന്റെ അവസ്ഥ അറിയുന്നുണ്ട്, അയാൾ എന്റെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്റെ പ്രയാസങ്ങൾ അറിയും എന്നൊരുത്തൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ എന്താ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമീ എന്ന് പറയുന്ന നാമം, അല്ലെങ്കിൽ അലീം എന്ന് പറയുന്ന നാമം, അല്ലെങ്കിൽ ബസീർ എന്ന് പറയുന്ന നാമം, അതിലൊക്കെ ഇവൻ പങ്കുകാരെ ചേർക്കുകയാണ്. വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ സമയത്തും അറിയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിൽ ഇവൻ എന്ത് ചെയ്യാണ്? പങ്കുചാരം വെക്കാണ്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ അവന്റെ രണ്ട് ശിർക്ക് ഒരുമിച്ച് വരും. രണ്ട് ശിർക്ക് ഒരു സമയത്ത് സംഭവിക്കും. ഏതൊക്കെ? അസ്മാ സിഫാത്തിലുള്ള ശിർക്ക്, ഉലൂഹിയത്തിലുള്ള ശിർക്ക്. ഇനിയിപ്പം അവൻ വിശ്വസിക്കുകയാണ്, ഇങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വസിക്കുകയാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് എന്റെ പ്രയാസം മാറ്റി തരണേ എന്ന് ഇയാളെ വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ അയാൾക്ക് അത് ചെയ്യാൻ പറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ എന്ന് ഇയാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതായത് എന്റെ ഈ പ്രയാസം മാറ്റി തരാൻ അയാൾക്ക് പറ്റും, മൊയ്തീൻ ഷേഖിന് പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാള് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാള് ദുനിയാവിൽ എവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? 3 ശിർക്ക് ഒരുമിച്ച് സംഭവിക്കും. അടിസ്ഥാനം പോലും ഇല്ല. അന്ന് മക്ക മുശ്രിക്കൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം പോലും ഇയാൾക്കില്ല. അപ്പൊ അതായത് അസ്മാ സിഫാത്തില്, അതെ അസ്മാ സിഫാത്തിൽ എന്ത് പറ്റി? ശിർക്ക്. എവിടെ വിളിച്ചാലും കേൾക്കുന്നു. ഉലൂഹിയത്തിൽ ശിർക്ക്, ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ മറ്റാരും ചെയ്യുന്നു. റുബൂബിയത്തിലും ശിർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു ഉപകാരോ ഉപദ്രവോ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചു. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാള്, അയാൾ മുസ്ലിം പോയിട്ട് മക്ക മുശ്രിക്കുകളും ബാക്കിലാണ്, മക്ക മുശ്രിക്കുകളെക്കാട്ടും ബാക്കിലാണ്. അല്ലാഹുൽ മുസ്തആൻ. ما معنى لا إله إلا الله؟ أي لا معبود بحق إلا الله سبحانه وتعالى، وإلا هناك معبودات بالباطل. فلا إله إلا الله تبطل الشرك بجميع أنواعه، ومحمد رسول الله تبطل البدع والخرافات.
بعض الناس يقول لا إله إلا الله لكنه لا يكفر بما يعبد من دون الله. يا شيخ وضح أكثر. مشرك هذا الزمان يقولون لا إله إلا الله بألسنتهم ولكنهم يعبدون غير الله، فيدعون الموتى، يدعون الحسن والحسين وعبد القادر والبدوي وفلان وفلان من الموتى، يدعونهم ويذبحون لهم وينذرون لهم ويستغيثون بهم وهم يقولون لا إله إلا الله. تناقضوا. ما حكم من فعل ذلك؟ هذا ليس بمسلم وإن كان يقول لا إله إلا الله بلسانه، لأن العبرة بالقول والعمل، ليست العبرة بالقول فقط. انتبه. إذا قال لا إله إلا الله لا بد أن يصلي، فإذا لم يصلي فإن لا إله إلا الله لا تنفعه. انتبه. من ذبح لغير الله فهو مشرك الشرك الأكبر ولا تصح الصلاة خلفه. انتبه. لا تجوز الصلاة في مسجد فيه ضريح، فلا تصح جميع الأعمال إلا إذا قام هذا الركن وتحقق. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات. بهذا تتحقق الشهادتان، بالنطق والعلم بمعناهما والعمل بمقتضاهما.